ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇഗ്നിസ് ആണ്. ഇത് ഇഗ്നിസിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. ഇത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. 1-2 ദിവസമായിട്ട് ഇപ്പോൾ എൻ്റെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതി. അത്യാവശ്യം കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഏകദേശം ഒരു 10-50,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ഇപ്പോഴും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. വലിയ സർവീസ് കോസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല, വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടയർ പോലും ഇതുവരെ മാറ്റിയിട്ടില്ല. ഏകദേശം 50,000 കിലോമീറ്റർ റേഞ്ചിൽ വാഹനം ഓടിയിട്ടുമുണ്ട്. അപ്പോൾ 1-2 ദിവസമായിട്ട് നമ്മുടെ ഉണ്ട്. അപ്പോൾ ഇതൊരു ടോപ്പ് എൻഡുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം എന്ന് കരുതി. അപ്പോൾ ഞാൻ ഷോറൂമിൽ വിളിച്ച് അതിൻ്റെ ഓഫേഴ്സും അതേപോലെ തന്നെ പ്രൈസും ജസ്റ്റ് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. വീഡിയോ ചെയ്യുമ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ, ഓഫർ എത്ര ഉണ്ടെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഒരു സമയത്ത് ഇതൊരു ടോപ്പ് എൻഡാണെന്ന് ഞാൻ പറഞ്ഞു. അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് ടോപ്പ് എൻഡ്. ഇതിനൊരു ബേസ് മോഡലൊക്കെ ആണെങ്കിൽ 6 സംതിങ് ഒക്കെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുള്ളൂ. അത്യാവശ്യം ഓഫീസൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇത് ടോപ്പ് എൻഡാണ്. അതായത് ഏറ്റവും ടോപ്പ് എൻഡ് ആൽഫ എന്ന വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. 8,87,000 ടോപ്പ് എൻഡ് മാനുവലിന് ഓൺ റോഡ് വരുന്നത്. ഈ മാസം നമുക്കൊരു 50,000 രൂപ റേഞ്ചിൽ ഓഫർ കിടപ്പുണ്ട്. ക്യാഷ് ഓഫർ ഏകദേശം 50,000 ഉണ്ട്. അതായത് 8,87 വണ്ടി 50,000 രൂപ ഓഫർ കഴിഞ്ഞാൽ 8,37 ഈ മാസം ഇറക്കിക്കൊണ്ട് പോകാം. അതായത് ഈ കിടക്കുന്ന ഇഗ്നിസ് ടോപ്പ് എൻഡ് വാഹനം 8,37 എന്ന ഓൺ റോഡ് വരയിൽ നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് എടുത്താൽ തോന്നുന്നു നമുക്ക് 3 സിലിണ്ടറാണ് വരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 4 സിലിണ്ടർ എഞ്ചിൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഒരു അപ്ഡേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ 3 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും വിൽക്കാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 4 സിലിണ്ടർ എഞ്ചിനും ആ ഒരു സെഗ്മെൻറ്റിൽ ആ ഒരു ടൈപ്പ്, അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആ ഒരു വാഹനത്തിന് അതിൻ്റേതായ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇനി പ്രൈസ് ഞാൻ പറഞ്ഞു, ഏകദേശം 8,87 ഓഫർ കഴിഞ്ഞ് 8,37 എടുക്കാം. വെറും 70,000 രൂപയൊക്കെ മതി കേട്ടോ. ഈ ഒരു ടോപ്പ് എൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എടുക്കണമെന്നുണ്ടെങ്കിൽ 70,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 7 വർഷമാണ് തിരിച്ചടവൊക്കെ വരുന്നത്. 12,500 12,800 ആ ഒരു റേഞ്ചിൽ ഈ വാഹനത്തിന് EMI നമുക്ക് വരും. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു 4 സിലിണ്ടർ വാഹനമായ ഇഗ്നിസിൻ്റെ ടോപ്പ് എൻഡ് വേണമെങ്കിൽ ഒരു 12,000 രൂപ നിങ്ങൾക്ക് മാസം മാറ്റി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാർ എന്ന ഒരാഗ്രഹം നിങ്ങൾക്ക് നടക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പം ബേസ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാലോ 10 രൂപ താഴെയൊക്കെ ആയിരിക്കും നമുക്ക് 7 വർഷത്തേക്കുള്ള തിരിച്ചടവ് നമുക്ക് വരുന്നത്. അതും വേണമെങ്കിൽ പരിഗണിക്കാം. അതായത് ബേസ് മോഡൽ മതി, ഒരു 10 രൂപയ്ക്ക് അകത്ത് EMI നിൽക്കണം. ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനൊക്കെ ജോലിയുണ്ട്, ഒരു 10-40 രൂപ ശമ്പളമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 10 രൂപ മാറ്റി വെച്ചാൽ ഒരു കാർ എന്ന ആഗ്രഹം നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും. അപ്പോൾ വേറൊന്നുമില്ല, ഈ ഇൻട്രൊഡക്ഷന് പറയാനായിട്ട് നേരെ നമുക്ക് ഫീച്ചേഴ്സിലേക്ക് ഒന്ന് കിടക്കാം. ഇത് ലുക്ക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അത്യാവശ്യം വലുപ്പമേറിയ ഒരു ഗ്രിൽ യൂണിറ്റ് കാണാം. അതിൽ തന്നെ കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അത് അക്സസറീസോ കാര്യങ്ങളൊന്നുമല്ല, ഇൻബിൽഡ് ആയിട്ട് തന്നെ വാഹനത്തിൽ വരുന്നതാണ്. ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമേറിയ ഹെഡ്ലാമ്പ് യൂണിറ്റ് കൂടാതെ DRL ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. കണ്ട ആ ഒരു U ഷേപ്പിലാണ് ആ ഒരു DRL യൂണിറ്റ് അവർ നൽകിയിട്ടുള്ളത്. പ്രൊജക്റ്റ് ടൈപ്പുമാണ് വാഹനത്തിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. ആ ഒരു ഹെഡ്ലാമ്പിലെ വലിപ്പവും അതേപോലെ ആ ഒരു ഗ്രില്ലും തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. താഴ്ഭാഗത്ത് ഗ്ലോസി എലമെൻറ്റോട് കൂടിയ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ബേസ് മോഡലൊക്കെ എടുത്താൽ നോർമൽ വരുന്ന ഹാലജൻ ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ഒക്കെ ആയിരിക്കും വാഹനത്തിൽ വരുന്നത്. അതേപോലെ ഈ ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റോ കാര്യങ്ങളൊന്നും വാഹനത്തിന് വരില്ല. അത് ഹുഡിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് 2 വൈപ്പറിൻ്റെ വാഷർ നോസിൽ നൽകിയിട്ടുള്ളത് കാണാം. അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുമാണ് ആ ഒരു ഹുഡിൻ്റെ പോർഷൻ കമ്പനി നൽകിയത്. അവിടെ തന്നെ നമ്മൾ സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. അപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് റൂഫ് റെയിൽ നമുക്ക് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത് ഒരു ഗ്ലോസി എലമെൻറ്റിലാണ് ആ ഒരു റൂഫ് റെയിൽ അവർ നൽകിയിട്ടുള്ളത്. വേറെ ക്രോം എലമെൻറ്റ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഡോർ ഹാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ബോഡി കളർ തന്നെയാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കമ്പനി പ്ലേസ് ചെയ്തു. അത്യാവശ്യം ക്ലാഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡ് ഇതൊക്കെ നമുക്ക് അക്സസറീസ് ആയിട്ട് ചെയ്യുന്നതാണ്. ആ ഒരു വീൽ ആർച്ചിൽ വന്നേക്കുന്ന ക്ലാഡിങ് നമ്മൾ അക്സസറീസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു താഴ്ഭാഗത്തുള്ള ക്ലാഡിങ് വാഹനത്തിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. അലോയ് വീൽ അവൈലബിൾ ആണ്. ഫുള്ളി ഒരു ഗ്ലോസി എലമെൻറ്റിലുള്ള ഒരു അലോയ് വീലാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. 15 ഇഞ്ചാണ് ടയർ സൈസ്. 175/65 R15 ആണ് വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത്. ആ ഒരു അലോയ് വീലിൻ്റെ ഡിസൈൻ നമുക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട്. വീൽ കപ്പിൽ നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തോട് ചെറിയൊരു ബ്ലാക്ക് എലമെൻറ്റ് ഡിസൈൻ വൈസ് അവർ നൽകിയിട്ടുണ്ട്. എ പില്ലറൊക്കെ ബ്ലാക്ക് കളറിൽ തന്നെയാണ് എ പില്ലറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ തന്നെ ഇതിൻ്റെ ഒരു ലെങ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3700 mm ലെങ്ത് വാഹനത്തിന് വരുന്നുണ്ട്. 1690 mm വിട്ടും 1595 mm ഹൈറ്റും 2435 mm വീൽ ബേസും 180 mm എന്ന മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും വാഹനത്തിന് വരുന്നുണ്ട്. ആ ഒരു മിററിൻ്റെ ഡിസൈൻ പാറ്റേൺ ഒക്കെ കൊള്ളാം.
ഉണ്ട് ഗ്ലോസി എലമെൻറ്റിലാണ് ആ ഒരു റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ഈ ഒരു റിയർ പോർഷനിലാണ് ചെറിയൊരു ഡിസൈൻ പാറ്റേൺ വരുന്ന ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സ്പോയിലർ നമുക്ക് അവൈലബിൾ ആണ്. ഡിഫോഗൽ ലൈന് റിയർ വൈപ്പർ നൽകിയിട്ടുണ്ട്. LED ഒന്നുമല്ല ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത്. നോർമലി നൽകിയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. അതേപോലെ തന്നെ താഴ്ഭാഗത്താണ് പാർക്കിംഗ് സെൻസറും അതേപോലെ തന്നെ ഗ്ലോസി എലമെൻറ്റിലുള്ള ഒരു ക്ലാഡിങ് കാണാം. റിവേഴ്സ് ക്യാമറയും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ഇന്നേക്കാരം നെക്സൈഡ് അണ്ടറിലാണ് ഇഗ്നിസ് എന്ന വാഹനം നമുക്ക് വരുന്നത്. ഇഗ്നിസ് എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. സുസുക്കിയുടെ ഒരു ലോഗോ കൂടി ആ ഒരു പോർഷനിലായിട്ട് കമ്പനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 32 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഈ ഒരു പോർഷനിലായിട്ടാണ് ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഡ്രൈവർ സൈഡിലായിട്ടല്ല, കോ പാസഞ്ചർ സൈഡിലായിട്ടാണ് ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്ഷൻ അവർ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ബൂട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട്. ഒരു ബൂട്ട് ലാമ്പ് കൂടി നമുക്ക് അവിടെയായിട്ട് വരുന്നുണ്ട്. പാഴ്സൽ ട്രേ നമുക്ക് അവൈലബിൾ ആണ്. 260 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇപ്പോൾ മോശമില്ലാത്തൊരു ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ പിടിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പുറമേ നിന്ന് പറയേണ്ട ആവശ്യമില്ല. നീറ്റായിട്ടുള്ളൊരു വാഹനം, നീറ്റായിട്ടുള്ള ഡിസൈൻ പാറ്റേണും റിയർ പോർഷനിൽ അത്യാവശ്യം നല്ല കട്ടിങ്സ് കാര്യങ്ങളൊക്കെ റിയർ പോർഷനിലായിട്ടും കമ്പനി നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഇനി അകത്തേക്കൊക്കെ കയറാം. അത്യാവശ്യം വൈഡായിട്ട് എനിക്കൊന്ന് ഏകദേശം 90 ഡിഗ്രി ഓപ്പണിങ് നമുക്ക് ഡോറിന് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം 90 ഡിഗ്രിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. കളർ തീമിലൊക്കെ ചെറിയൊരു ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ചെറിയൊരു വൈറ്റ് കളറൊക്കെ കാണാം. ബോട്ടിൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ബോട്ടിൽ വെക്കാനുള്ള ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ചെറിയൊരു ക്രോം എലമെൻറ്റ് കൂടി നൽകിയിട്ടുണ്ട്. സ്പേസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ടിൽ ഒരാൾ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ് നമ്മൾ ഇട്ടേക്കുന്നത്. കൂടെ നമുക്ക് ഒരാളോട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ കംഫർട്ട് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളതാണ്. പുള്ളിയുടെ കംഫർട്ടാണ് ഈ ഒരു സീറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത്രത്തോളം സ്പേസ് നമുക്ക് റിയർ പോർഷനിൽ വരുന്നുണ്ട്. സ്കൂപ്പ് രീതിയിൽ ഡിസൈൻ ചെയ്തു. സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. റിയർ AC വെൻ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടില്ല. അത് മാത്രമല്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൂടി നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഗ്രാബ് ഹാൻഡിലൊക്കെ പിടിച്ചിരിക്കാനായിട്ട് വരുന്നുണ്ട്. റിയർ AC വെൻ്റില്ലെന്ന് പറഞ്ഞു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബോട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാനായിട്ട് സത്യം. 3 പേർക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ യാത്രകൾക്ക് 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് പോകാം. ലോങ് യാത്രയൊക്കെ ആണെങ്കിൽ 2 പേര് ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുകയുള്ളൂ. കാര്യം 2 പേരാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. കാല് വെക്കാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഫ്രണ്ട് പോർഷനിലെ സ്പേസ് കൂടെ കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ ഇരുന്നപ്പോൾ ഉള്ള സ്പേസ് നിങ്ങൾ കണ്ടല്ലോ. ഫ്രണ്ടിൽ എത്രത്തോളം സ്പേസിലാണ് നമ്മൾ ഇട്ടേക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. കാരണം ഈ ഒരു രീതിയിലുള്ള ഒരു സ്പേസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് സീറ്റ് ഇട്ടേണ്ടത്. വളരെ അത്യാവശ്യം വേണമെങ്കിൽ പുറകിലേക്ക് ഇട്ടേക്കുവാണെന്ന് തന്നെ പറയാം. കുറച്ചുകൂടി വേണമെങ്കിലും ഫ്രണ്ടിലേക്ക് ഈ ഒരു സീറ്റ് ഇടാം. കാരണം ഈ ഒരു രീതിയിൽ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചുകൂടി സ്പേസ് നമുക്ക് റിയർ സൈഡിലായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു ഡോർ പാഡ് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു വൈറ്റ് കളർ തീമൊക്കെ നല്ല രീതിയിലുണ്ട്. ആ ഒരു ഹാൻഡിൽ നല്ലൊരു ഗ്ലോസി എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ബ്ലൂ ഷെയ്ഡ് പവർ വിൻഡോ കൺട്രോളും ട്യൂട്ടറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. വേറെ കാര്യങ്ങളൊന്നുമില്ല അവിടെ പറയാനായിട്ട്. നമുക്കിനപ്പുറത്ത് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. കണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ ചെറിയ കട്ടിങ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റൗണ്ട് ഷേപ്പുള്ള ഒരു AC വെൻറ്റും ഒക്കെ ഒന്ന് കാണാം. ഇനി നമുക്ക് നേരെ ഡ്രൈവർ സീറ്റിലേക്ക് ഒന്ന് കയറാം. അപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് കീലെസ് എൻട്രി ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കീ ഒന്ന് കാണിച്ചു തരാം. വാഹനത്തിൻ്റെ കീ ജസ്റ്റ് ഇതാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ആക്സസറീസ് ആയിട്ട് ഒരു ചെറിയൊരു കവറിംഗ് ഒക്കെ ആ ഒരു കീയിൽ നൽകിയിട്ടുണ്ട്. അല്ല സ്ലിമ്മായിട്ടുള്ള കീ ആണ് കണ്ടോ. വളരെ വലിയ വെയിറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പോക്കറ്റിൽ തന്നെ നമുക്ക് ഇട്ടേക്കാം. അപ്പോൾ കീലെസ് എൻട്രി ആയതുകൊണ്ട് തന്നെ അറിയാം എന്താണ് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വാഹനത്തിൽ വരുന്നത്. ക്ലസ്റ്ററൊക്കെ ഫുള്ളി ഡിജിറ്റലൊന്നുമല്ല. ആ ഒരു ക്ലസ്റ്ററിലെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെയായിട്ട് അവർ നൽകിയിട്ടുണ്ട്. ട്രിപ്പിൻ്റെ കൺട്രോളും ബാക്കിയുള്ള കൺട്രോൾസൊക്കെ കുറച്ച് അവിടെയായിട്ട് വരുന്നുണ്ട്. പിന്നെ ഡോർ പാഡിലേക്ക് വരാം. 4 ഡോർ പവർ വിൻഡോ വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. കണ്ടോ 4 ഡോർ പവർ വിൻഡോയും മിറർ ഇലക്ട്രിക്കൽ കൺട്രോളിങ്ങും അതേപോലെ ഫോൾഡിംഗ് ഓപ്ഷനും നമുക്ക് വരുന്നുണ്ട്. ആ ഒരു ഡോർ പാഡിൻ്റെ ഡിസൈൻ പാറ്റേൺ കൊള്ളാം. ഇത് അക്സസറീസ് ആണ്. സൺ ബ്ലൈൻഡ് വെച്ചിട്ടുണ്ട്. മാഗ്നറ്റിക്കിൻ്റെതാണ്. കണ്ടോ മാഗ്നറ്റ് ആണ്. അത് കൊള്ളാം. നല്ല രസമുണ്ട്. ഇതൊക്കെ നമുക്ക് അക്സസറീസ് ആയിട്ട് മേടിച്ച് വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കാര്യം ഇത് പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാഹനമായതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇത് മാരീഡ് ആൻഡ് അക്സസറീസ് ആയിട്ട് വരുന്നതാണ്. ഇതിനകത്ത് വേറെ ഒന്നുമല്ല മറ്റേ എന്താ പറയുക ടിഷ്യൂ പേപ്പർ കാര്യങ്ങൾ വെക്കുന്നതാണ്. അവിടെ നമുക്കൊരു ബോട്ടിലും വളരെ കംഫർട്ടായിട്ട് വെക്കാം. കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോർഷനിൽ ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ട്യൂട്ടറാണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളത് കാണാം. ക്രോം എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് അത്ര ആവശ്യം വരുന്നില്ല. പക്ഷേ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് അതും നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വാഹനത്തിൽ വരുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചേക്കാം. ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഒരു വ്യൂ നമുക്ക് റിവേഴ്സ് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി വാഹനം ഓടിക്കാം. ഇപ്പം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം അത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കമാൻഡിങ് ആയിട്ടുള്ളൊരു പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്.
സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലെതർ റാപ്പിഡ് ഒന്നും അല്ല കേട്ടോ സ്റ്റിയറിംഗ് വീൽ വരുന്നത്, നോർമലി വരുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വാഹനത്തിൽ നൽകിയത്. ആ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, അതേപോലെ കോൾ അറ്റൻഡിങ് തുടങ്ങിയ കൺട്രോൾസ് ഒക്കെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ക്ലസ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫുള്ളി ഡിജിറ്റൽ അല്ല, പക്ഷേ അത് കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഏകദേശം 50,000 കിലോമീറ്ററും വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ് ഇതൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അത്രത്തോളം വലിയ നോയിസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. വളരെ കംഫർട്ടായിട്ട് തന്നെ ഈ ഒരു വാഹനം നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ഇതൊരു എഞ്ചിൻ സ്പെക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കാര്യം ഒരു ചെറിയ വാഹനമാണെങ്കിൽ പോലും 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ജസ്റ്റ് ചെറിയൊരു കയറ്റമാണ്. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് വരുന്ന 20.89 റേഞ്ചിലൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് പറയുന്നത്. ഇപ്പോൾ സിറ്റി യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 17-18 റേഞ്ചിലൊക്കെയുള്ള മൈലേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഡ്രൈവിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരും. ഹൈവേ ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 20 റേഞ്ചിലുള്ള മൈലേജ് കിട്ടാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. 1197 cc ആണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. 82 bhpയും 113 Nm ടോർക്കും ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ മോശമല്ലാത്ത ഒരു പവർ ഫിഗർ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് അത്യാവശ്യം സ്ലിമ്മും ആണ്, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വലിപ്പവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇൻഫോർട്ടബിൾ സിസ്റ്റം നമുക്ക് വരുന്നുണ്ട്. ടച്ച് പാഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാരണം ടോപ്പ് ആൻഡ് വാഹനമാണ്. ആൻഡ്രോയിഡ് ഓട്ടം തുടങ്ങിയ കാര്യം, കണക്ടർ ഫീച്ചറൊക്കെ നമുക്ക് ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ. അതിൻ്റെ കൺട്രോൾസൊക്കെ അതിന് ചുറ്റുമായിട്ടും നൽകിയിട്ടുണ്ട്. അതിന് ഇതൊരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ള നല്ല രസത്തിലാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. നല്ല രസത്തിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. ആ ഒരു ബട്ടൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേണൊക്കെ ആയാലും നല്ല രസമുണ്ട്. അപ്പം ബേസിക് ആണെങ്കിൽ എങ്ങനെയാണ് മാനുവലി ആണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റേ ബട്ടൺസ് ആണ്, ഇതിലും ബട്ടൺസ് തന്നെയാണ്. പക്ഷേ ആ ഒരു ചെറിയൊരു സ്ക്രീനുമൊക്കെ ആയിട്ട് നല്ല രസത്തിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് 12 വാട്ട്സിൻ്റെ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഇതേപോലെ അഡാപ്റ്ററോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മേടിച്ച് വെക്കാം. ഓക്സ്, USB തുടങ്ങിയ സ്ലോട്ടുകളും നൽകിയിട്ടുണ്ട്. ഫോണൊക്കെ വെക്കാനുള്ള അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗിയർ ലിവറിലൊന്നും പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. മാരുതി വാഹനങ്ങൾ നമുക്ക് കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഗിയർ ലിവറൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസൊക്കെ ഞാൻ കാണിച്ചു ഓൾറെഡി. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിറർ മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട്. കണ്ടോ, ഓട്ടോ ഡിമ്മിങ്ങോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ലൈറ്റ് കൂടി നമുക്ക് ടോപ്പിലായിട്ട് അവൈലബിൾ ആണ്. ഇവിടെ മിററോ കാര്യങ്ങളൊന്നും കിട്ടില്ല, ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഈ ഒരു പോർഷനിലായിട്ടൊരു മിറർ കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. സീറ്റിംഗ് നല്ല രസമുണ്ട്. ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം സപ്പോർട്ടിംഗ് ആണ്. ഈ ഒരു പോർഷനിലേക്ക് അത്യാവശ്യം സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സീറ്റ് തന്നെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. ഇപ്പോൾ ചെറിയ ചെറിയ വഴികളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പാർക്കിംഗ് ആണെങ്കിലും ഒന്നും വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. ഈവൻ എന്താണ് പറയുന്നത്, ഇപ്പം ലേഡീസൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു വാഹനം തന്നെയാണ്. പല വീടുകളിലും ഒരു എന്താ പറയുക സെക്കൻഡറി വെഹിക്കിളായിട്ടൊക്കെ ഇഗ്നിസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം എന്താ പറയുക ലക്ഷറി വാഹനങ്ങളുള്ളവരൊക്കെ കയ്യിലായാലും ഇഗ്നിസ് എന്ന വാഹനം നമുക്ക് കാണാറുണ്ട്. കാരണം ഇതൊരു ഡിസൈൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. തല തട്ടുന്ന ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഹൈറ്റ് കണ്ട് ഇത്രത്തോളം ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റുള്ള ഒരാൾ ഇരുന്ന് കഴിഞ്ഞാലും അതിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. കുറച്ച് ഹൈറ്റുള്ളവരിരുന്നാലും നമുക്ക് സീറ്റ് അത്യാവശ്യം താത്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം വലിപ്പം വരെ ഗ്ലാസ് ഏരിയയും കൂടെ വരുന്നുണ്ട്. വിസിബിളാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിലും നല്ലൊരു വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സൈഡൊക്കെ തിരിക്കാനൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നവർക്കും വലുതായിട്ട് കൈ തെളിയാത്തവർക്കും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്. ഇപ്പോൾ നാളെ ഒരു അപ്ഡേഷനൊക്കെ വന്ന് 3 സിലിണ്ടറുകളൊക്കെ മാറുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാര്യം കോസ്റ്റൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഇഗ്നിസ് എന്ന വാഹനം, ഒരു 4 സിലിണ്ടർ കുഞ്ഞു വണ്ടി വേണം എന്നുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഇഗ്നിസ് എന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാം. ഇപ്പോൾ അത്യാവശ്യം ഓഫർ കിടപ്പുണ്ട്. 10,70,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് മതി. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഡൗൺ പേയ്മെൻറ്റ് EMI നമ്മൾ പറഞ്ഞത് 12,500 12,800 റേഞ്ചിലൊക്കെ ആയിരിക്കും. 7 വർഷത്തേക്കൊക്കെ തിരിച്ചടവും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഏകദേശം 50,000 രൂപ ഓഫറും ഈ മാസം നമുക്ക് വരുന്നുണ്ട്. അത് ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പർ, ഇൻഡസ്ട്രിയിലെ നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത്. കണ്ണച്ചേട്ടൻ നമ്പറാണ് കൊടുത്തേക്കുന്നത്. അപ്പം കണ്ണച്ചേട്ടനെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് കണ്ണച്ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വണ്ടി നമ്മളിൽ ഇരുന്നത് കൊണ്ട് ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു വാഹനം ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വീഡിയോ കവർ ചെയ്തിട്ടേക്കാം എന്ന് കരുതിയത്. അപ്പോൾ വേറൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. സ്ഥിരം നമ്മൾ ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെയാണ് വീഡിയോസ് നമ്മൾ കവർ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ വേറൊന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാൻ. ഇപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.